ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി.കെ. ശ്രീമതിയും CS സുജാതയും ദുർഗിലെ കോൺവെന്റിലെത്തി പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിബി ജോസഫ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബിയിലേക്ക് പോവാം. സിബി, ദുർഗിലുള്ള വിശ്വദീപം കോൺവെന്റിലെത്തി ഇവിടെ പുരോഹിതന്മാരെയും കന്യാസ്ത്രീമാരെയും കാണുന്നതിന് വേണ്ടിയാണ് അവർ എത്തിയത്. നേരിട്ട് അവരുമായി സംസാരിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുക, അവർക്ക് ആത്മവിശ്വാസം പകരുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ MPമാരും ഇടതുപക്ഷ പ്രതിനിധികളെല്ലാം ഇവിടെ എത്തി ഇവരെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടാണ് റായ്പൂരിലേക്ക് ശ്രീമതി ടീച്ചറും പിന്നെ സുജാത ടീച്ചറും ഇവിടെ CS സുജാതയും ഇവിടെ എത്തിയത്. അവരിപ്പോൾ ഈ കന്യാസ്ത്രീമാരെയും അതോടൊപ്പം തന്നെ പുരോഹിതന്മാരെയും നേരിട്ട് കാണുകയാണ്. ഈ കോൺവെന്റിലാണ് ഈ ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്ററിന്റെ സഹോദരിയായ ദീപ സിസ്റ്ററും അവരും ഒരു കന്യാസ്ത്രീയാണ്. അവരും ഇവിടെയാണുള്ളത്. അവരെല്ലാവരുടെയും നേരിട്ട് കാണുക, അവരെ ആശ്വസിപ്പിക്കുക, അതുകൂടാതെ അവർക്ക് എല്ലാവിധ ആത്മവിശ്വാസം നൽകുമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഈ അവരുമായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നലെ വൈകിട്ട് എത്തി. ഇന്നിപ്പോ ജയിലിൽ പോയി ഈ ജയിലിൽ കഴിയുന്ന 2 കന്യാസ്ത്രീമാരെയും സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് 11 മണിയോടെയാണ് ജയിലിൽ പോയി ഈ കന്യാസ്ത്രീമാരെയുമായി ഇത്തരത്തിൽ സംസാരിക്കുകയും അവരുമായി നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയുള്ള അനുമതിയൊക്കെ ഇന്നലെ തേടുകയും ഇന്ന് അവർക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് 11 മണിയോടെ പി.കെ. ശ്രീമതി ടീച്ചറും CS സുജാതയും അവർ അവിടെ ജയിലിൽ പോയി ഈ മലയാളി കന്യാസ്ത്രീമാരെ നേരിട്ട് കാണുകയും സന്ദർശിക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ എന്തായാലും ഒരു ജാമ്യം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ക്രൈസ്തവ സമൂഹത്തിന് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് ഇവരുള്ളത്. നമുക്കറിയാം NIA കോടതിയിൽ ഇന്നിപ്പോൾ സമീപിക്കാനിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഇതിന്റെ ഭാഗമായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇന്ന് ഒരു ഹർജി ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഇന്ന് ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും തിങ്കളാഴ്ചയ്ക്ക് മാറ്റും. അപ്പോൾ 2 ദിവസം കൂടി ജയിൽവാസം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. NIA കോടതി നാളെ ശനിയാഴ്ച കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ ഹർജി NIA കോടതി കൊടുത്തതിന് ശേഷം നാളെയും കൂടി ഇത് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ജാമ്യാപേക്ഷ ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. എങ്കിൽ പോലും ഇവിടെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഒരു നിലപാട് ഏറെ നിർണായകമാണ്. ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമോ എന്നുള്ളതാണ് അവിടെ ഈ കോടതിയിൽ ഉറ്റുനോക്കുന്നത്. സെഷൻസ് കോടതിയിൽ അതിശക്തമായ രീതിയിൽ BJP ഈ ജാമ്യാപേക്ഷ എതിർത്തിരുന്നു. ഈ പ്രോസിക്യൂഷന്റെ എതിർപ്പ് ഇവിടെയും ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറും. എന്തായാലും ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇടതുപക്ഷ MPമാരും വലതുപക്ഷ MPമാരെല്ലാം തന്നെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ അവർ നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് ജാമ്യാപേക്ഷയെ BJP സർക്കാർ എതിർക്കില്ല എന്നുള്ളതായിരുന്നു. ആ ഒരു ഉറപ്പാണ് ഇപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിനുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധ സ്വരങ്ങൾ കേരളം ഒന്നാകെ ഉണ്ടായ വലിയ പ്രതിഷേധ സ്വരങ്ങൾക്ക് ഫലം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഈ 2 പേരും, അത് പി.കെ. ശ്രീമതി ടീച്ചറും CS സുജാതയും, അവർ മഹിളാ അസോസിയേഷന്റെ മഹിളാ നേതാക്കൾ കൂടിയാണ്. അതുകൊണ്ട് അവർ നേരിട്ട് വന്ന് ഇവരെ കാണുകയും സന്ദർശിക്കുകയും ഇവരുമായിട്ടെല്ലാം തന്നെയും സംസാരിച്ചുകൊണ്ട് കൃത്യമായി സഹായം ഉറപ്പാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ MPയും അതോടൊപ്പം തന്നെ A റഹീം MPയും ബൃന്ദ കരാട്ട്, ആനി രാജ, PP സുനീർ, ജോസ് കെ മാണി അടക്കമുള്ള MPമാരും ഇവിടെ എത്തി ഇവരെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ 2ാമത്തെ സംഘമാണ് ഇവിടെ, ഇടതുപക്ഷത്തിന്റെ 2ാമത്തെ സംഘമാണ് ഇവിടെ എത്തുന്നത്. ഒരുപക്ഷെ വൈകിട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹവും ഇവിടെ എത്തി കോൺവെന്റിലും അതോടൊപ്പം തന്നെ ജയിലിലും എത്തി കന്യാസ്ത്രീമാരെ കാണാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയോടെയാണ് ഇവരുള്ളത്. അവരെ ഇപ്പോൾ ഈ കോൺവെന്റ് എത്തി. ഇവിടെ തൊട്ടടുത്തുള്ള വിശ്വദീപം കോൺവെന്റാണ്. ഇവിടെ തൊട്ടുപുറകിലായി ഈ വിശ്വദീപം സ്കൂളുമുണ്ട്. ഛത്തീസ്ഗഡിലുള്ള നിരവധി സ്കൂളെല്ലാം തന്നെയും ഈ ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന സ്കൂളും കത്തോലിക്ക സഭ നടത്തുന്ന സ്കൂളൊക്കെ നിരവധിയാണുള്ളത്. ഈ സ്കൂളുകൾക്ക് നേരെയൊക്കെ വ്യാപകമായ അക്രമ സംഭവം നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവർ ഈ സ്കൂളുകളും എല്ലാം നടത്തുകയും ഇവിടെ വിദ്യാഭ്യാസമൊക്കെ എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഇവിടെ കോൺവെന്റിലെത്തി ഇവരുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായും സിബി, 8ാം ദിവസമാണ് ഈ മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുന്നത്. ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അടക്കം ഈ അറസ്റ്റിനെ ന്യായീകരിച്ച രംഗത്തെത്തുന്നത്. ഈ ജാമ്യാപേക്ഷയെ ഒരുപക്ഷെ BJP സർക്കാർ എതിർക്കുകയാണെങ്കിൽ ഈ ജയിൽ മോചനം അത് സങ്കീർണമായിരിക്കും. എന്തായാലും കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഇനി നോക്കണം. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.